ഇന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പെപ്പർ ബീഫിൻ്റെ റെസിപ്പി ഉണ്ടായാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് സവാള അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ആവി വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴണ്ട് വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇത് തന്നെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. ഇത്രയും തന്നെ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.